ഇത് പൊളിക്കുന്നു തോന്നാട്ടോ. എന്ത്? ഗ്രേറ്റ് ഫാദർ നീ കണ്ടോ? ഞാൻ ഇങ്ങനത്തെ ഊടപ്പടമൊന്നും കാണാറില്ല. ഏട്ടി ഊളപ്പടോ? ഗ്രേറ്റ് ഫാദറോ? മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ തന്നെയല്ലേ പറയണേ? ഞാൻ റിവ്യൂ വായിച്ചു മോളെ. ഏത് റിവ്യൂ? ഞാൻ പല റിവ്യൂ വായിച്ചു. എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് ലുക്കിന് വേണ്ടി മാത്രം എടുത്തൊരു സിനിമ. ഓക്കെ, ഫാൻസ് നിന്റെ പോലെ ഹാർഡ് കോർ മമ്മൂട്ടി ഫാൻസിനൊക്കെ വാ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയാനുണ്ടാവും. പക്ഷെ ഒരു കാമ്പ്, ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു കാമ്പും ഇല്ലാത്ത പടമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ അങ്ങനെയാ. ലുക്കി കാര്യമില്ല എന്നാണ്. നീ ലുക്ക് കണ്ടോ മമ്മൂട്ടിയുടെ? ചാടി ട്രെയിലറിലേ വീണതാ ഞാൻ മമ്മൂട്ടിയുടെ ലുക്കില്. ആദ്യത്തെ ട്രെയിലർ പൊളിച്ചു, ഞാൻ സമ്മതിച്ചു. ഞാൻ വിചാരിച്ചു ബിഗ് ബി പോലെ സൂപ്പർ പടമായിരിക്കും. രണ്ടാമത്തെ ട്രെയിലർ സിനിമ കണ്ടോ? നീ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ട് പറഞ്ഞാൽ വായിച്ചു. ഇന്ന് പോയി കാണും. ഇന്ന് ശരി, കണ്ടോ? ഗ്രേറ്റ് ഫാദർ കാണാത്തോ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മമ്മൂട്ടി ഫാൻ ഞാനായിരിക്കും. സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് നീ അത് കാണാതിരിക്കുന്നത് തന്നെയാ നല്ലത്. മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിനിമ അത്. ഞാൻ വായിച്ച റിവ്യൂവിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞുതരാം. ചൈൽഡ് മോളസ്റ്റേഷൻ ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സാധനം. ശരി, നീ സിനിമ കാണാൻ പോകുന്ന ഞാൻ കഥ പറയണമെന്ന് വിചാരിക്കരുത്. അതിപ്പോ റിവ്യൂക്കാരെ എന്ത് വേണമെങ്കിലും എഴുതി വിടും. ഐ ഡോണ്ട് കെയർ. പക്ഷേ ലുക്കിന് വേണ്ടി മാത്രം, അതായത് ഒരു മകൾ, അതിലെ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരാൾ മമ്മൂട്ടിയുടെ മകൾക്ക് ഒരു പ്രശ്നം സംഭവിക്കുന്നു. അതിന് പ്രതികാരം വീട്ടാൻ പോകുന്ന ഒരു അച്ഛനാണ് മമ്മൂട്ടി. പ്രതികാരം വീട്ടാൻ പോകുന്ന സിറ്റുവേഷനായിട്ട് ഒട്ടും യോജിക്കാത്ത ഗെറ്റപ്പിലാണ് മമ്മൂട്ടി അതിൽ അഭിനയിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പൊതുവെ കിട്ടിയിട്ടുള്ള അഭിപ്രായം. എനിക്ക് ഈ ടോപ്പിക് ഇവിടെ വിടാം മേരി, ഇവിടെ വിടാം. നീ ഒരു മോഹൻലാൽ ഫാനാ. നീ അങ്ങനെ സംസാരിക്കുന്നത്? നീ ഇറങ്ങി വാ. മോഹൻലാൽ ഫാന്റെ കോട്ട് ഊരിക്കളഞ്ഞ് നീ ഇറങ്ങി വന്ന് സംസാരിക്കും. ഞാൻ ഇറങ്ങി വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? മമ്മൂട്ടിയുടെ ലുക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ സിനിമയിൽ കാമ്പില്ലാത്ത സിനിമകൾ എത്രയോ മലയാള സിനിമയിൽ വരുന്നുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. ശരി, ഞാൻ സമ്മതിച്ചു. മമ്മൂട്ടിയുടെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ് ഫാദർ നീ കണ്ടോ? നീ കാണണം. കാണുന്ന സിനിമ എനിക്ക് അതിനോട് യോജിപ്പില്ലെന്നുള്ള നീ കണ്ടായിരുന്നു? എന്റെ അമ്മോ, പുലിമുരുകൻ ഒരു സിനിമ. സിനിമ അല്ലാത്തോണ്ടാണല്ലോ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടി. എന്റെ പൊന്നു, പുലി കാരണോ? അത് ഒരു പുലിനെ കൊണ്ടുവന്നു. പുലി കാരണോ? ആ ക്യാരക്ടർ മോഹൻലാൽ അല്ലാതെ ആര് ചെയ്യും? നീ അതൊക്കെ വിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു മഹത്വം മനസ്സിലാക്കണമെന്നുണ്ടല്ലോ. ആ സൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു യൂട്യൂബിൽ. ഞങ്ങൾ ഈ സീനുണ്ടല്ലോ ഒരു 10-20 കൊല്ലം മുമ്പ് വിട്ടതാ. മൃഗയില് മമ്മൂട്ടി ഫൈറ്റ് ചെയ്യാൻ. ഈ പുലിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, പുലി ഉണ്ടോ ഇല്ലയോ ഒരുപാട് ഡിസ്കഷൻസ്. പക്ഷേ മോഹൻലാലിന്റെ ഏജ്, ആ മനുഷ്യന്റെ അത് ആ സീക്വൻസ് ഒക്കെ പിള്ളേർക്ക് എന്തൊരു ഹരാന്നറിയോ? നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നിന്റെ കസിന്റെ മോനോ മോളോ രണ്ട് ഏതാണ്ട് ആ ലെവല് ഒരു കാർട്ടൂൺ. പിന്നെ അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള പിള്ളേര് മാത്രം പോയിട്ടല്ല 150 കോടി. ഇനി ഈ ഗ്രേറ്റ് ഫാദർ എത്ര കളക്ഷൻ നേടും? പോട്ടെ, എല്ലാം വിടും. മമ്മൂട്ടിയുടെ സിനിമ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ 30 കോടി കടന്ന ഒരു സിനിമ. നീ ഫസ്റ്റ് കളക്ഷൻ നോക്കിയോ? ഫസ്റ്റ് ഡേ കളക്ഷൻ ഞാൻ പറയട്ടെ, ഫാൻ ഷോകൾ അടക്കം നടത്തി കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടും. നീ ഇത് കണ്ടോ? ഇതൊരു ഞാൻ പറഞ്ഞിട്ട് മാക്സിമം 50 കോടിക്ക് അപ്പുറത്ത് ഇത് കടക്കാൻ പോകുന്നില്ല. പുലിമുരുകൻ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അപ്പൊ അത് അത്രയും നേടിയില്ലെങ്കിലേ അങ്ങനെയല്ലല്ലോ. ബിഗ് ബഡ്ജറ്റ് ഗ്രേറ്റ് ഫാദറിനെ സംബന്ധിച്ച് ഒരു പുതിയ സംവിധായകൻ അയാള് വരുന്നു, മമ്മൂട്ടിയുടെ ഒരു തിരിച്ചു വരവ് ചിത്രം എന്നൊക്കെ പറഞ്ഞു. ട്രെയിലർ ഒക്കെ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ. നമ്മളൊരു സാധനം, ഒരു തീം, അതിനകത്തൊരു ചൈൽഡ് മോളസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു തീം. കുഴപ്പം ആധികാരിക പ്രസക്തിയുള്ള തീമല്ലേ? ആ തീം ഒട്ടും ഇമോഷണൽ അല്ലാതെ എടുത്തിരിക്കുന്നതാണ് എനിക്ക് കിട്ടിയ ഫീഡ്. ഗ്രേറ്റ് ഫാദർ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ വർഷം ഒരു സിനിമ എടുത്തു പറയുന്ന ഒരു സിനിമ, ഒരു വൈറ്റ്, പിന്നെ ഒരു കസമേന്ത സ്ത്രീ വിരുദ്ധ സിനിമ കളിക്കുന്നത് മൊത്തം ഒരു പുലിമുരുകന്റെ ഒരു ഒപ്പത്തിന്റെയും കണക്കില്ല. ഇനി മലയാളത്തിലെ ചരിത്രം, മലയാളത്തിലെ കാര്യം വിട്. തെലുങ്കിൽ എന്നെ ഫാൻസ് എന്നറിയോ ലാലേട്ടൻ. എന്റെ അമ്മ ജനതാ ഗാരേജിലെ ആ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള ലാലേട്ടൻ എന്റെ അമ്മയെ സഹിക്കത്തില്ല മോളെ. ഞങ്ങൾ കുറച്ച് നാടിനോടും നാട്ടുകാരോടും ഒക്കെ ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ്, ടിപ്പിക്കൽ മമ്മൂക്ക ക്യാരക്ടേഴ്സ്. ശരി, ചരിത്രം പരിശോധിക്കാം. നീ വിടും. നിങ്ങൾ ഈ പറയുന്നത് മൊത്തം ഒപ്പവും പുലിമുരുകനും പിന്നെ ഏതാ ജനതാ ഗാരേജും ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമ ഒന്നും ഏതാ എനിക്ക് കാണാൻ പറ്റില്ല. നീ കാണും, കാരണം നീ കണ്ടേ പറ്റുള്ളൂ. കണ്ടില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. അതെന്താ? കാരണം നീ ഞാൻ മാത്രമാണല്ലോ കാണുന്നത്. ഇവരാരും കാണാത്തത് കൊണ്ടാണല്ലോ.
മലയാളികൾ ആരും കാണാത്തത് കൊണ്ടാണല്ലോ ഒപ്പം വിജയിച്ചതൊക്കെ. എന്ത് കണ്ടിട്ടാ മോഹൻലാൽ ആരാധിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു താരരാജാവേ മലയാളത്തിലുള്ളൂ, അത് മോഹൻലാൽ. ഇവിടെ രാജഭരണൊക്കെ കഴിഞ്ഞിട്ട് എത്ര നാളായി? അപ്പോട്ടെ, അത് നമ്മൾ അതിലേക്കല്ല വരുന്നത്. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ മലയാളത്തില് മോഹൻലാലിനെ പോലെ കാമ്പുള്ള വേറെ നാടൻ ഏതാ ഉള്ളത്? മമ്മൂട്ടി. ഏത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഏതുണ്ട്? ഞാൻ പറഞ്ഞു തരാം മേരി. ദേവാസുരം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. നീലകണ്ഠനെ മറക്കില്ലല്ലോ. കിരീടത്തിലെ സേതുമാധവൻ, എന്റെ അമ്മോ അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ആട് തോമ, അതെല്ലാം വിട്, അതെല്ലാം ഒരു കൊമേഴ്സ്യൽ സൈഡിലുള്ള അല്ലെങ്കിൽ ഫാമിലി വിട്. വാനപ്രസ്ഥം കഥകളി നടനായിട്ടുള്ള മോഹൻലാലിന്റെ ഒരു ഭാവ പകർച്ചയുണ്ടല്ലോ, ജന്മത്ത് മമ്മൂട്ടിക്ക് പറ്റും. മൃഗയെ കണ്ടതാണോ? മൃഗയെ കണ്ടതാണ്. വാറുണ്ണി മറക്കുമോ? വാറുണ്ണി നല്ല പേരാ, നന്നായിട്ട് ചേരും. സൂര്യമാനസം, പുട്ടുറുമീസ് മറക്കോ? ഇതെല്ലാം ഒരു ഏകദേശം, പക്ഷെ മലയാളം അല്ല, ഇതെല്ലാം ഏകദേശം ഒരേ ഒരു വേവ് ലെങ്തിലൊക്കെ ചന്തു ഞാൻ സമ്മതിച്ചു. ചന്തു മമ്മൂട്ടിയുടെ, ഞാൻ മമ്മൂട്ടി ഫാൻ. അല്ലെങ്കിൽ അമരവും വാത്സല്യവും എല്ലാം ഏകദേശം വാനപ്രസ്ഥം പോലെ അല്ലെങ്കിൽ കമലദളത്തിൽ മോഹൻലാൽ ചെയ്ത പോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ മമ്മൂട്ടിക്ക് പറ്റും. നീ ഇങ്ങനെ ഒരു മോഹൻലാൽ ഫാനായിട്ട് സംസാരിക്കില്ല, ഒരു മനുഷ്യനായിട്ട് സംസാരിച്ചേ. ഞാൻ മനുഷ്യനായിട്ട് തന്നെ സംസാരിക്കുന്നത്. അപ്പൊ നിനക്ക് എങ്ങനെ മമ്മൂട്ടിയുടെ സിനിമകളെ തള്ളി പറയാൻ പറ്റും? മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളെയും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അവൾ ഗ്രേറ്റ് ഫാദറിലെത്തി. ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയുടെ ഹാർഡ് കോർ ഫാൻസിന് മാത്രം വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിനിമയാണ്. ഒരു കാര്യം പറയാം, സിനിമ റിലീസായിട്ട് എത്ര ദിവസമായി? ഈ വെള്ളിയാഴ്ചയാണ് റിലീസായത്. 3 ദിവസമായി കാണും. ഓടുമല്ലോ സിനിമ ഇനി. ഏതായാലും കളക്ഷൻ നമുക്ക് 150 കോടി കടന്ന മലയാള സിനിമയാണ് പുലിമുരുകൻ. 150 വേണ്ട, ഒരു 100 കോടി എത്തുമോ? എന്റെ ചോദ്യം അത് മാത്രം. ഒരു 100 കോടി ക്ലബും ബിഗ് ബജറ്റും ഒന്നും അല്ല സിനിമയുടെ വിജയവും സിനിമയുടെ സത്യമൊക്കെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ വർഷത്തെ എല്ലാ സിനിമയും പൊട്ടിപ്പാളിസായി പോയത്. എന്റെ കിഷ, ഒരു സിനിമ പൊട്ടുന്നത് ജയിക്കുന്നത് അതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും. നിന്നെ ഇവിടെ ആവശ്യമുണ്ട്. നീ ചേർന്നെടുത്തേക്ക് വന്നേ. നീ മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ? ഞാൻ ആളുടെ ഫാനാണ്. എന്ത് വേസ്റ്റ് ആടി ഇവനൊക്കെ. നീ ലാസ്റ്റ് സിനിമ ഏതാ? ഞാൻ ലാസ്റ്റ് മഹേഷിന്റെ പ്രതികാരം, ലൈക്ക് ദാറ്റ്. അതിനുശേഷം ഒരു സിനിമ കണ്ടിട്ടില്ലല്ലേ? അതിനുശേഷം ഏതാ നല്ല പടം ഇറങ്ങി? അല്ല, നീ മമ്മൂട്ടി മോഹൻലാൽ രീതിയിൽ സിനിമ കണ്ടോ ലാസ്റ്റ്? മമ്മൂട്ടിയുടെ ഞാൻ ബിഗ് ബി കണ്ടായിരുന്നു. എന്റെ പൊന്നെ, സോറി ക്ഷമിക്കണം. അല്ല, നിനക്ക് ആരെ ഇഷ്ടം? ശ്രീനിവാസനായിട്ട് ഇഷ്ടം. മമ്മൂട്ടിയും മോഹൻലാലിനെ ഇഷ്ടമല്ല, ശ്രീനിവാസനെയാണ് എനിക്ക് ഇഷ്ടം. See, the thing is that they are doing good movie in like 90s or 2000, and nowadays what they are doing is like stardom movies. ആര് പറഞ്ഞു? മോഹൻലാലിന്റെ കഴിഞ്ഞ വർഷം ഇങ്ങനെ സിനിമ ഏതെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ നീ ഇത് പറയത്തില്ലായിരുന്നു. ഒപ്പം നല്ല സിനിമയാ, ഫാമിലി മൂവിയാണ്. പിന്നെ ജനതാ ഗാരേജ് അത് ഇത്തിരി മാസ് ടൈപ്പാണ്, എന്നാലും നല്ല പടം. പുലിമുരുകൻ ഒപ്പം നല്ല മൂവിയാണ്. മോഹൻലാൽ മാത്രമേ പറയൂ. അത് ശരിയാണ്. നീ പറഞ്ഞാലും മമ്മൂട്ടി തന്നെ പറയുള്ളൂ. ഉപദേശം നിറാഷാന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? പകുതി മലയാളി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മള് പറഞ്ഞാൽ മതി. ലഞ്ച് കഴിക്കാൻ വെച്ചല്ലേ പോവാം. അപ്പൊ നമുക്ക് കാണാം പുലിമുരുകനെ സംസാരിച്ചിട്ട് കാണാം കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടല്ലോ, like it, share it, comment, and for more such videos subscribe to our channel Filmy Beats Malayalam.